വർഷങ്ങളോളം ആടിനെ മേയിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ആളായിരുന്നു. പക്ഷെ നമ്മൾ ഒരു കാര്യം അറിയേണ്ടതുണ്ട് അതിനകത്ത്, യുനോ, അതല്ലാതെ അത് കഴിഞ്ഞ് അവന്റെ കഷ്ടങ്ങൾ, ആ ഒരു കഷ്ടം മാത്രമല്ല, അവന്റെ കൂടെ ഉള്ള ആൾക്കാർ പോലും അവന് നമ്മള് മുമ്പോട്ട് വായിക്കുമ്പോൾ ദാവീദിനെ കുറിച്ച് വായിക്കുമ്പോൾ അവിടെ പറയുന്നത് അവന് ഒരു രാജാവായിട്ട് അനോയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പോലും അവന് ഒത്തിരി കഷ്ടങ്ങൾ വന്നു. ബിക്കോസ് അവന്റെ തന്നെ മക്കള് അവനെ പാലസീന്ന് അവൻ ഓടി പോകേണ്ടി വന്നു. പിന്നെ അവൻ എന്നിട്ടും ഗുഹകളിൽ താമസിച്ചു. സോ ഓൾ ദോസ് അഫ്ലിക്ഷൻസ് ഹാവ് കം ഇൻ ടു ഡേവിഡ്സ് ലൈഫ്. സോ അതാണ് അവിടെ പറയുന്നത്, യുനോ, ബേസിക്കലി ലോർഡ് റിമെമ്പർ ഡേവിഡ് ആൻഡ് ഓൾ ഹിസ് അഫ്ലിക്ഷൻസ്. അതിന്റെ രണ്ടാമത്തെ വാക്യമാണ് നമ്മളിപ്പോ വായിക്കാൻ പോകുന്നത്. സോ അവിടെ എഴുതിയേക്കുന്നത് ഹൗ ഹി swore to the Lord and vowed to the mighty God of Jacob. അപ്പം 2-3 വാക്യം എനിക്കൊന്ന് വായിക്കണേ. അവൻ യഹോവയോട് യാക്കോബിന്റെ വല്ലഭന് നേർന്നതെന്നാൽ ഞാൻ യഹോവയ്ക്ക് ഒരു സ്ഥലം, യാക്കോബിന്റെ വല്ലഭനുടെ നിവാസം കണ്ടെത്തും വരെ ഞാൻ എന്റെ കൂടാര വീട്ടിൽ കടക്കയില്ല, എന്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല. അപ്പൊ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, യുനോ, how many of us has this pain of, you know, for the temple of God or for the church of God? You know, how many of us has it currently? That is very important, you know. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ സ്പെഷ്യലി നോക്കുമ്പോൾ നമുക്ക് ഇന്റർസെസറി പ്രയറിൽ ഞാൻ ചിലപ്പോഴൊക്കെ കേൾക്കാറുണ്ട്, പാസ്റ്ററുകൾ പറയാറുണ്ട് നമ്മുടെ 2 ചർച്ചിന് വേണ്ടിയും പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? ജസ്റ്റ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചു പോയാൽ മതി, അതങ്ങ് നോക്കിയാൽ മതി എന്നാണ് നമ്മളങ്ങ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഇഫ് യു ഗോ ബാക്ക് ടു ഓൾഡൻ ടൈംസ്, പഴയ കാല സമയത്തൊക്കെ ഉണ്ടല്ലോ, ഒരു ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാന്ന് വെച്ചാൽ ഉണ്ടല്ലോ, ആ ചർച്ചിന്റെ എല്ലാ കാര്യത്തിനും വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ ചർച്ച് ഇരിക്കുന്ന സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ചർച്ച് ഇപ്പം റെന്റ് ആണെങ്കിൽ ആ റെന്റ് നമ്മൾ കൊടുക്കുന്നയാൾ, ആ ഓണറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ആ ചർച്ചില് അതിന്റെ നെയ്ബേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ചർച്ചിന്റെ ഫൈനാൻഷ്യൽ നീഡ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചർച്ചിന്റെ മെറ്റീരിയൽ നീഡ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇതൊക്കെ ആയിരുന്നു ആ പഴയ സമയത്ത് നമ്മള് ഒരു ചർച്ചിന് ഇല്ലെങ്കിൽ ഒരു ദൈവ കൂടാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. സോ ഇതിപ്പോ ഞാൻ പറയാൻ കാരണം, ബിക്കോസ് ഇവിടെ പറയുന്നത് 3-ാം വാക്യം ഇവിടെ ഞാൻ ഇംഗ്ലീഷ് വായിക്കുന്നു. Surely I will not go into the chamber of my house or go up to comfort of my bed. ദാവീദ് ദൈവത്തിനോട് പറഞ്ഞ, അല്ലെങ്കിൽ യഹോവയോട് പറഞ്ഞ കാര്യമാണ്, ദൈവമേ, ഞാൻ നിനക്കൊരു കൂടാരം ഉണ്ടാക്കണം വരെ ഞാൻ സ്വസ്ഥമായി കടന്നുറങ്ങത്തില്ല. So how many of us we have this pain in ourselves? You know, many a times we see that church buildings are not there at many places, and people do continuously pray, Lord, give us a church building. Lord, we want a church building so that we could come here and we could pray freely, because നമ്മൾ റെന്റിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ റെന്റിലൊക്കെ ചർച്ച് നടത്തുമ്പോൾ ഒത്തിരി സമയത്ത് നമുക്ക് അത്രയും ഫ്രീഡം കിട്ടത്തില്ല. So many of us do pray that. അപ്പം ദാവീദ് പറഞ്ഞ കാര്യമാണ്, ദൈവമേ, എനിക്ക് ഇത്രയും വലിയ കൊട്ടാരമുണ്ട്, എനിക്ക് വലിയ കൊട്ടാരങ്ങളുണ്ട്, എനിക്ക് ആവശ്യമുള്ള എല്ലാം ഉണ്ട്. പക്ഷെ ദാവീദ് ഒരു കാര്യം പറഞ്ഞു, ദൈവമേ, നിനക്ക് ഒരു ടെമ്പിൾ ഇല്ലല്ലോ, ഒരു കൂടാരം ഇല്ലല്ലോ. That's what David had the pain in himself. നമ്മള് ഇസ്രായേലിനെ കുറിച്ച് വായിക്കുമ്പോൾ ദാവീദിന് മുമ്പേ ഒരു ഏകദേശം I believe there was some 18 to 90 kings before David. But when we read about the history, none of them had this pain that they have to build a tabernacle for the God. ഈ 18ഉം 19ഉം രാജാവുമാർ ഉണ്ടായിട്ടും അവർക്ക് ഈ ദൈവത്തിന് വേണ്ടി ഒരു കൂടാരം പണിയണം എന്നുള്ള ഒരു വിഷമം അവർക്കില്ലായിരുന്നു. They were all living in the beautiful palaces which they had. They were just relaxing, they were in the comfort. But David said very clearly, 4-ാമത്തെ വാക്യം അവിടെ പറയുന്നു, I will not sleep to my eyes or slumber to my eyelids until I find a place for the Lord and a dwelling place for the mighty God of Jacob. 4-5 വാക്യം ഒന്നോട് വായിക്കണം മലയാളത്തിലും.
എന്റെ കൺപോളയ്ക്ക് മയക്കം കൊടുക്കില്ല. So it is very clearly it says, you know, ആ 4-5 വാക്യം is a continuation of verse 3. അവിടെ പറയുന്നതാണ്, മൂന്നാമത്തെ പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ പോകത്തില്ല, ഞാൻ സ്വസ്ഥമായി കിടന്ന് ഉറങ്ങത്തില്ല. And when we come to verse 4, he was very specific. I am not going to close my eyes. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കണ്ണുകൾ ഒരു നിമിഷം പോലും ഞാൻ സ്വസ്ഥമായി ഉറങ്ങത്തില്ല. You know, even if he was sleeping in the pain for God, because God, I have to build a temple, or I have to build a tabernacle for you. So അത് ഓർത്ത ആ വിഷമത്തിലാണ് അവൻ കടന്നത്. അപ്പം അവിടെ പറയുന്നത് 5-ാം വാക്യത്തിൽ അവിടെ പറയുന്നത്, until I find a place for the Lord, a dwelling place for the mighty God. അവിടെ പറയുന്നത്, ഞാൻ നിനക്ക് വേണ്ടി ഒരു സ്ഥലം കണ്ടുപിടിക്കുന്നിടം വരെ ഞാൻ സ്വസ്ഥമായി ഉറങ്ങത്തില്ല. That's what God says. നമുക്ക് അതിനെ കുറിച്ച് 2 സാമുവേൽ 7-ാമത്തെ ചാപ്റ്റർ മൊത്തം വായിക്കുമ്പോൾ നമുക്ക് അവിടെ അറിയാം. ദാവീദ് പോയി നാഥാനോട് പറയുന്നു, എനിക്ക് ദൈവത്തിന് വേണ്ടി ഒരു മന്ദിരം ഉണ്ടാക്കണം എന്നുണ്ട്. അപ്പൊ നാഥാൻ പറയുന്നു, ഷുവർ, നീ ഉണ്ടാക്കുക. പക്ഷെ അത് കഴിഞ്ഞ് മുമ്പോട്ട് വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, നാഥാൻ അവനോട് വന്ന് പറയുന്നു, ദൈവം നാഥാനോട് സംസാരിച്ച് നാഥാൻ ദാവീദിനോട് പോയി പറഞ്ഞു, നിനക്കിത് ഉണ്ടാക്കാൻ പറ്റത്തില്ല, ബിക്കോസ് നിന്റെ കൈകളിൽ രക്തമുണ്ട്, ബിക്കോസ് യു ഹാവ് hands of blood, you have fought many wars, you have killed many people, so you cannot build a temple for God, but your son will be doing it and you can arrange for things. So നമ്മൾ ആ കണ്ടിന്യൂസ് ആ ചാപ്റ്റർ മുമ്പോട്ട് വായിക്കുമ്പോൾ ഉണ്ടല്ലോ, അവിടെ ആ ഡേവിഡിന്റെ ഒരു പാഷൻ, ദാവൂദിന്റെ ഒരു പാഷൻ നമുക്ക് കാണുന്നത്, to build a temple of God. Though Nathan said very clearly that you cannot build the temple. നമ്മളോട് ഒരാളിൽ ഒരു കാര്യം നമ്മളോട് പറയാം, എന്നോട് ഇപ്പൊ ഒരാൾ പറയാം, സാമേ നീ ഇത് ചെയ്യണ്ടാടാ, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ. അപ്പം എന്നോട് പറയുക, ഞാൻ ഈ കാര്യം ആ പുള്ളിക്ക് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ, ആസ് എ ഹ്യൂമൻ ടെൻഡൻസി, ഒരു ഹ്യൂമൻ ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യം, എന്നോട് ചെയ്യാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ ഒരു ഹെൽപ്പും ചെയ്തു കൊടുക്കത്തില്ല, ഞാൻ ഒന്നും ചെയ്യില്ല. പക്ഷേ ദാവീദ് അങ്ങനെ അല്ലായിരുന്നു. He was very clear, you know, I have to build a temple, but when God said that you cannot build, he arranged everything so that his son Solomon could build this temple. So anganana, you know, when we get a tendency, when someone says that we cannot do anything, and when we are being represented by someone else, we have to help. That's what the God's heart is, you know. ദൈവത്തിന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മളോട് ആരെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആ കാര്യം ആര് ചെയ്യുന്നോ അവരെ ഹെൽപ്പ് ചെയ്യണം, അവരെ സപ്പോർട്ട് ചെയ്യണം. അതാണ് ദാവീദ് ഇവിടെ ചെയ്തത്. He was in a pain that I have to build a temple of God. And when he decided that I cannot, or when God said that he cannot build a temple, he started arranging things. He started collecting things for how a temple can be built, or what are the things required to build a temple. Those were the things which he did. Okay. Now, if you read verses 6, it says, behold, we heard of it in Ephrathah, we found it in fields of the woods. So, 6-ാമത്തെ വാക്യം നമ്മൾ അവിടെ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ഞങ്ങൾ കേട്ടു ഇത് എഫ്രാഥയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ, the ark of God, ഒരു ദൈവത്തിന്റെ ആ കൂടാരം, you know, it was during the time of Saul that the ark of God was lost from Israel. It was in a different people's places, but later when David heard about it that it is not here, so David said that, you know, or the people said that we have heard that it is there, but we found in the woods, or in the fields of Jar, is what it says. When we read in the 2nd Chronicles, it says about it, 2nd Chronicles chapter 16, if you read, you would find more about it, that where they found, and you know, where exactly the ark of God was found. So avade mumbottu vaayikkumbom parayuna karyamana, let us worship at his footstool. നമുക്ക് 84-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചേ. Psalms 84 verses 10. നിന്റെ പ്രാർത്ഥന വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമം, ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽക്കാവൽക്കാരനായിരിക്കും എനിക്ക് വേറെ ഇഷ്ടം. Thank you. So it always says, you know, I am always happy to be a doorkeeper at your place, Lord, or your temple's doorkeeper. I'm always happy to be that, rather than dwelling in the evil people's, you know, tents. So അവിടെ പറയുന്ന കാര്യമാണ്,
ഏഴാമത്തെ വാക്യം, ലാസ്റ്റ് വാക്യം ഇടുന്നത്, ലെറ്റ് us worship at his footstool. എപ്പോഴും നമ്മൾ ദൈവത്തിന്റെ പാതയിൽ ഇരുന്ന് വർഷിപ്പും നമ്മൾ ചെയ്യുന്ന പ്രൈസും ഗ്ലോറിയും നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത് ഏറ്റവും ബെറ്റർ ആണ്, റാദർ ദാൻ നമ്മൾ ഈ ലോകത്തിലെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഈ ലോകത്തിലെ ആൾക്കാരെ സന്തോഷിപ്പിച്ച് ജീവിച്ചിട്ട് നമുക്കൊരു കാര്യമില്ല. അതിനെക്കാട്ടും നല്ലത് നമ്മൾ ദൈവത്തിന്റെ പാദത്തിൽ ഇരുന്ന് നമ്മള് സ്തോത്രവും പറഞ്ഞ് നമ്മുടെ ദൈവത്തിന് നന്ദിയും പറഞ്ഞ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാണല്ലോ, we are going to be blessed. We are going to have the blessings which God has promised us. Okay, so അടുത്ത if you read verses 11 onwards, can you read 11, 12? 11 12. ഞാൻ നിന്റെ ഉദരഫലത്തെ എന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന്, നിന്റെ മക്കൾ എന്റെ നിയമത്തെയും ഞാൻ അവർക്ക് ഉപദേശിച്ച സാക്ഷ്യത്തെയും പ്രമാണിക്കുമെങ്കിൽ അവരുടെ മക്കളും എന്നേക്കും എന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്നും ഞാൻ ദാവീദിനോട് ആണയിട്ടു സത്യം, അവൻ അതിൽ നിന്ന് മാറുകയില്ല. If you read further, like I said, from verses 10 to 18, it basically says about God's promise to David and to us. Okay, so നമ്മളിപ്പം വായിച്ച വാക്യമാണ്, Lord has sworn in truth to David. ദാവീദിനോട് ചെയ്ത ഒരു സത്യമാണിത്, നിന്റെ സന്തതികൾ, it says in verses 12, their sons also shall sit upon your throne forevermore. നിന്റെ സന്തതി എന്നേക്കുമായി ഇരിക്കുന്നവരെ on the throne. അപ്പൊ ആ എന്നേക്കുമായി ഇരിക്കുന്ന നമുക്ക് ഒരാളെ ഉള്ളൂ, that's Jesus Christ. Because he sits on the throne, he was the son of David. He came from the lineage of David, and he still sits on the throne. He is going to sit on the throne, and he will continuously sit on the throne. Okay, so very clearly it says, if David kept his promises, David avante promise kept ചെയ്തു ദൈവത്തിന് വേണ്ടി, because ദാവീദ് പറഞ്ഞു, ദൈവമേ എനിക്ക് നിനക്ക് വേണ്ടി ഒരു കൂടാരം ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ എനിക്ക് നിനക്ക് വേണ്ടി ഒരു മന്ദിരം ഉണ്ടാക്കണം. ആ പ്രോമിസ് ദാവീദ് കെപ്റ്റ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ പ്രോമിസ് ദാവീദ് കീപ്പ് ചെയ്തപ്പോൾ, ദൈവം പറയുന്ന ദാവീദ്, അല്ലെങ്കിൽ ദൈവം ഒരു പ്രോമിസ് കൊടുത്തത് ദാവീദിന് ഏതാണ്, നിന്റെ സന്തതി the throne, he will sit on the throne, your son will sit, നിന്റെ സന്തതികൾ അതേ ഇരിക്കുന്നവൻ. And it was not for a short time, it was forever. So Jesus Christ, he gave us as his son, and he sits on the throne, and he is going to continuously sit on the throne. Now if you read further, I just have made some notes where it says God's promise to the people. നമുക്ക് ഒരു പ്രോമിസ് തന്നേക്കുന്നത് എന്താണ്, അതാണ് നമ്മള് 13 തൊട്ട് 15 വാക്യം വരെ വായിക്കുന്നത്. So it says, for the Lord has chosen Zion, he has decided for his habitation, this is my resting place forever. Here I will dwell, for I have decided, I will abundantly bless her provision, I will satisfy her poor with bread. So അവിടെ കാണുന്ന കാര്യമാണ്, this is my resting place forever. ദൈവം പറയുന്നത്, നിങ്ങൾ എന്റെ പാദപീഠത്തിൽ ഇരുന്ന് നന്ദി ചൊല്ലി വർഷിപ്പ് ചെയ്ത് പ്രൈസ് ആൻഡ് താങ്ക്സ് ഗിവിംഗ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ, I will dwell in this place forever. When I say this, when we all join this meeting online, okay, many a times we consider these online meetings as ignorant, because I see many people have many other things to do. That's well and good, because you have your work to do. But remember, when we pray, we are actually praying, or people here in this meeting does pray for you, because for your success, for your glory, for your honor, when we join, we do pray for you. So where it says, when you give some time, when you get something, do not forget God. There is a famous saying when I was studying, where my professor used to say, people have a tendency of getting and forgetting, but God has a tendency of giving and forgiving. എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ ഒരു ടെൻഡൻസിയാണ് കിട്ടുക മറന്നു പോകുക, അതേസമയം ദൈവത്തിന്റെ ഒരു ടെൻഡൻസിയാണ് കൊടുക്കുക ക്ഷമിക്കുക. Why? Because people, when they get something, they forget that it is given by God. It is the God who has done amazing things for you. It is God who is giving you. They forget those things. But God, when he gives something,
ദൈവം നിങ്ങളെ ദൈവത്തിനെ മറന്നുപോയി ദൈവത്തിന് നന്ദി ചൊല്ലാതിരുന്ന് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ദൈവത്തിന് നിങ്ങൾ നന്ദി ചൊല്ലാതിരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ദൈവത്തിന്റെ അടുത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ he will forgive you. He will say, it's okay my son, it's okay my daughter, I know you have forgotten me, but I was always there, I was always there taking care of you, I was always there. Remember this when I say this, let's not get and forget, rather let's get and give thanks to God. Let's get and give. That's more important currently. So the last word I just want to read, can somebody read the verses 17 and 18 for me? അവിടെ ഞാൻ ശക്തന് ഒരുക്കിയിട്ടുണ്ട്. ഞാൻ അവന്റെ ശത്രുക്കളിലേക്ക് അവന്റെ തലയിലോ കിരീടം ശോഭിക്കും. It says the people who are who follow the Christ, or who follow the blessings of God, they would have the crown flourishing on their head. I don't know how many of us want a crown when we go into heaven, but I surely want a crown where I sitting, maybe I'm standing right in front of Christ, and I want a crown on my head. Imagine people around you, everyone has a crown, and if you don't have a crown, that is just a shame for you. Okay, prepare yourself, get the crown of God, get a crown that flourishes, that gives a happiness or a brightness to others. Let's have that crown in our head. So may the good God bless us all. Let's all have the pain of David, which he had for the church and for the people around him. Let's have that pain in ourselves. Let's prepare ourselves. We know this at this times many of the people are suffering, many of the people are going through very tough times, but we have to help them. If we can't help them, we have to help them. We have to basically prepare ourselves so that we can help them in whatever way we can. And if you help them, like God blessed David, like God blessed David and his sons, that they will sit on the throne forever. ദാവീദിനെ അനുഗ്രഹിച്ച പോലെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഈ സമയം പല വേദനയും പല കഷ്ടങ്ങളുള്ള സമയമാണ്. പക്ഷെ ഈ സമയത്ത് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. So let's prepare ourselves. Let's come before his presence. Let's have the crown that flourishes, and may the good God bless us all. And thank you so much for being your patient. Thank you.